aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. കാലപ്പഴക്കം കൊണ്ട് ഏതൊരു ഉപകരണത്തിലെയും ഒരു ചെറിയ സ്ക്രൂ ആയാലും അത് അയഞ്ഞിരുന്നാൽ ആ ഉപകരണം വേണ്ട പോലെ പ്രവർത്തിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ആ സമയത്ത് അവ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെടാം. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആടുന്ന സന്ദർഭങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാറുണ്ട്. വേദപുസ്തക ധ്യാനം കുറയുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് ഉറപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു എന്ന് 24-ാം സങ്കീർത്തനം 2-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു എന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 18-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. വളരെ കരുതലോടെയാണ് അവിടുന്ന് അത് ചെയ്തത്. എപ്പോഴും തിരമാലകൾ ഇളകുന്ന സമുദ്രങ്ങളുടെ മേലും പ്രവാഹങ്ങൾ ഒഴുകുന്ന നദികളുടെ മേലും ഒരു വസ്തുവിനെ ഉറപ്പിക്കാൻ തമ്പുരാനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ജീവിതത്തിൽ പതറിപ്പോകുമ്പോൾ നമ്മെ ഉറപ്പിച്ച് ശക്തീകരിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും എന്നേക്കും ഉറച്ചു നിൽക്കുന്നു. ദയ എന്നേക്കും ഉറച്ചു നിൽക്കുകയും എന്ന് ഞാൻ പറയുന്നു. നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് 89-ാം സങ്കീർത്തനം 2-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ആ ദയ നമ്മെ പിന്തുടരുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു എന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. നാം ഇന്നും പരിപാലിക്കപ്പെട്ട് നിലകൊള്ളുന്നത് ദൈവത്തിന്റെ അനന്തമായ ദയയും വിശ്വസ്തതയും കൊണ്ടാണ്. നമ്മെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിന്റെ വചനമാണ്. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനം അതിന്റെ 89-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാതെ നിലകൊള്ളുന്നതാണ് തിരുവചനം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വചനം ഒരിക്കലും ഇളകിപ്പോകുന്നതല്ല. അത് നിത്യ നിയമമാണ്, ശാശ്വത നിയമമാണ്. വചനം പോലെ സകലതും സംഭവിക്കും. പ്രതിസന്ധികളിൽ ദൈവവചനം നമ്മെ ഉറപ്പിക്കും. ദൈവത്തിന്റെ കൃപയാണ് നമ്മെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഏത് പ്രതിസന്ധിയെയും നേരിട്ട് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവകൃപയാണ്. തീയിൽ കൂടി കിടക്കുമ്പോൾ ദൈവമേ, നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കണം. ദൈവകൃപയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത് വചനത്തിൽ പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്ന്. സ്നേഹത്തിൽ വേരൂന്നി ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്താൽ പറിച്ചെടുക്കാൻ വയ്യാതെ വണ്ണം വേരൂന്നണം. വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ ദൈവവചനത്തിൽ നാം ഉറയ്ക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായി മാറണമെന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ഗമനത്തെ ഉറപ്പിക്കുന്നു. നാശകരമായ കുഴിയിൽ നിന്നോ ചേറ്റിൽ നിലയില്ലാതെ താഴുന്ന അവസ്ഥയിൽ നിന്നോ ഒരുത്തനെ കരകയറ്റുവാൻ എളുപ്പമല്ല.
നമ്മുടെ ഏതവസ്ഥയിൽ നിന്നും നമ്മെ വലിച്ചെടുത്ത് പാറമേൽ നിർത്തുമ്പോഴാണ് ഗമനത്തെ സ്ഥിരമാക്കുവാൻ സാധ്യമാകുക. ദൈവം നമ്മെ പാറയിൽ ഉറപ്പിച്ച് നിർത്തുക മാത്രമല്ല, ഗമനത്തെ സ്ഥിരമാക്കി നിലവിളി മാറ്റി വായിൽ പുതിയൊരു പാട്ടും നൽകുന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. സങ്കീർത്തനങ്ങൾ അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ എന്ന് 40-ാം സങ്കീർത്തനം 2-3 വചനങ്ങൾ നാം വായിക്കുന്നു. ജീവിതത്തിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കണം, അല്ലെങ്കിൽ നാം തളർന്നു പോകും. സകലവും ഉറപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തന്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. കർത്താവ് വിശ്വസ്തൻ, ദയയും കരുണയും ഉള്ളവൻ, തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ വീഴാതെ ഉറപ്പിച്ചു നിർത്തുവാൻ മതിയായവൻ. അതിനാൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുമെന്ന് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.